എല്ലാവർക്കും നമസ്കാരം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ട ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം തുടങ്ങിയിട്ടുള്ള വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പ്രകാരം ഒരു കോളേജിലും പ്രവേശനം നേടാൻ സാധിക്കില്ല. ഇതൊരു സാധ്യതാ അലോട്ട്മെന്റ് മാത്രമാണ്. നമുക്ക് ഏത് കോളേജിലെ ഏത് കോഴ്സിലാണ് പ്രവേശനത്തിന് സാധ്യതയുള്ളത്, അതുപോലെ തന്നെ നമ്മൾ അപേക്ഷയിൽ നമ്മൾ അറിഞ്ഞോ അല്ലെങ്കിൽ അറിയാതെയൊക്കെ വരുത്തിയിട്ടുള്ള തെറ്റുകൾ തിരുത്താനുള്ള ഒരു അവസാന അവസരം കൂടിയാണ് ട്രയൽ അലോട്ട്മെന്റ്. അതുപോലെ നിങ്ങൾക്ക് അപേക്ഷ നൽകിയപ്പം ലഭിച്ചിട്ടുള്ള പ്രിന്റ് ഔട്ടിൽ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് ഉണ്ട്. അതുപോലെ തന്നെ വെബ്സൈറ്റിൽ ലാസ്റ്റ് ഇൻഡെക്സ് എന്ന് കാണാം. ഈ ലാസ്റ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഓരോ കോളേജിലെയും ഓരോ കോഴ്സിലും അവസാനം ഏത് ഇൻഡെക്സ് വരെയാണ് പ്രവേശനം കൊടുത്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കാം. അപ്പം നിങ്ങളുടെ ഇൻഡെക്സും അതിൽ ലഭ്യമായിട്ടുള്ള ഇൻഡെക്സും നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് കോളേജിലൊക്കെ പ്രവേശനം നേടാൻ സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അപേക്ഷയിൽ ഉൾപ്പെടുത്തുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അലോട്ട്മെന്റ് വരുന്നത്. അതായത് നമ്മളെ അപേക്ഷയിൽ തെറ്റായിട്ട് ഉള്ള വിവരം, അത് അറിഞ്ഞോ അറിയാതെയോ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ അലോട്ട്മെന്റ് വരും. അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ നമ്മൾ പ്രവേശനത്തിന് പോകുമ്പോൾ അപേക്ഷയിലെ തെറ്റ് കാരണം നമുക്ക് ചിലപ്പോൾ പ്രവേശനം നിരസിക്കപ്പെടാം. അപ്പോൾ അത്തരത്തിലുള്ള തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള അവസാനത്തെ ഒരു അവസരം കൂടിയാണ് ഈ പറയുന്ന ട്രയൽ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള എഡിറ്റിംഗ്. നമുക്ക് നമ്മുടെ അപേക്ഷയിൽ എഡിറ്റ് ചെയ്യാനുള്ള അവസരം എന്ന് പറയുന്നത് 18-ാം തീയതി വൈകുന്നേരം 3 മണി വരെയാണ്. സാധാരണ എന്തെങ്കിലും അപേക്ഷയാണെങ്കിൽ രാത്രി 12 മണി വരെ ഉണ്ടാവും. പ്രത്യേകം ശ്രദ്ധിക്കുക, 18-ാം തീയതി വൈകുന്നേരം 3 മണി വരെ മാത്രമേ നമുക്ക് അപേക്ഷ തിരുത്താൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അപേക്ഷയിൽ തിരുത്തലുള്ള ആളുകൾ ഈ 18-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് മുൻപായിട്ട് തിരുത്തൽ വരുത്തണം. മറ്റ് തിരുത്തലുകളൊന്നും വരുത്താനില്ലാത്ത ആളുകളാണെങ്കിൽ ഒന്നും ചെയ്യേണ്ടതില്ല കേട്ടോ. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ക്യാപ് ഐ ഡിയും പാസ്വേഡും അല്ലെങ്കിൽ സെക്യൂരിറ്റി കോഡ് ഉപയോഗിച്ച് UG ക്യാപ്പിൽ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു വട്ടം എഡിറ്റിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവും. അങ്ങനെ ഓപ്പൺ ആയ ആപ്ലിക്കേഷൻ നിങ്ങൾ ഫൈനൽ സബ്മിഷൻ നടത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കില്ല. അതായത് നിങ്ങളുടെ അപേക്ഷ ഇൻകംപ്ലീറ്റ് ആയി പോകും. അപ്പൊ ഇതേപോലെ പലരും പറയാറുണ്ട്, ഞങ്ങളൊന്നും ചെയ്യില്ല, എഡിറ്റ് ക്ലിക്ക് ചെയ്ത് OTP കൊടുത്തിട്ടുള്ളൂ, ഞങ്ങൾ വേറെ മാറ്റങ്ങളൊന്നും വരുത്തിയില്ല. അപ്പം ഇങ്ങനെ എഡിറ്റ് ക്ലിക്ക് ചെയ്ത് OTP എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റങ്ങളൊക്കെ വരുത്തി ഫൈനൽ സബ്മിഷൻ നടത്തിയതിന് ശേഷമുള്ള പ്രിന്റ് ഔട്ട് നിങ്ങളുടെ കൈവശം സൂക്ഷിക്കണം. ഫൈനൽ കൺഫർമേഷൻ നടത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ അലോട്ട്മെന്റിൽ വരില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്ത് വയ്ക്കുക. പിന്നെ സാധാരണയായിട്ട് വിദ്യാർത്ഥികൾ വരുത്തുന്ന കുറച്ച് തെറ്റുകൾ നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ഈ ജാതി സംബന്ധമായ വിവരങ്ങളിലുള്ള മിസ്റ്റേക്കാണ് വലിയൊരു പ്രശ്നമായിട്ട് വരിക. ഇപ്പൊ നിങ്ങൾ ജാതി തെറ്റായി രേഖപ്പെടുത്തി ആ കാറ്റഗറിയിൽ നിങ്ങൾക്ക് പ്രവേശനം, ആ കാറ്റഗറിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജാതി മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രവേശനം കിട്ടില്ല. അതുപോലെ OBC OEC വിഭാഗത്തിൽപ്പെട്ട സംവരണത്തിന് അർഹരായ ആളുകൾക്കാണ് നോൺ ക്രീമി ലെയർ എന്ന് പറയുക. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റിന്റെ പ്രവേശനത്തിൽ ഡു യു ബിലോങ്സ് ടു നോൺ ക്രീമി ലെയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് പലപ്പോഴും OBCയിൽ ഈ ഒരു നോൺ ക്രീമി ലെയറിന് അർഹരായിട്ടുള്ള വിദ്യാർത്ഥികൾ നോയാണ് കൊടുക്കാറ്. അത് യെസ് കൊടുക്കണോ നോ കൊടുക്കണോ എന്നുള്ളൊരു വ്യക്തമായ ധാരണ ഇല്ലാത്തതുകൊണ്ട് അവർ നോ കൊടുത്ത് ഒഴിവാക്കാറുണ്ട്. അങ്ങനെ നമ്മൾ അത് നോൺ ക്രീമി ലെയർ നോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് OBC സംവരണം കിട്ടില്ല. അപ്പൊ നിങ്ങൾ നോൺ ക്രീമി ലെയർ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ആളാണ് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. അതായത് ഭൂരിഭാഗം ആളുകൾക്കും കിട്ടും, ഈ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ആളുകൾ തന്നെ ആയിരിക്കും. ഇപ്പം ക്ലാസ് A അല്ലെങ്കിൽ ഗ്രൂപ്പ് A ജീവനക്കാരുടെ മക്കൾ, അതുപോലെ ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആളുകളുടെ മക്കൾ, അതുപോലെ ഇൻകം 8 ലക്ഷത്തിന് മുകളിൽ, അത് ശമ്പളത്തിൽ നിന്നുള്ള ഇൻകോ അല്ലെങ്കിൽ കൃഷി എന്നുള്ള ഇൻകോ ഒന്നും കൂട്ടൂല. അതുപോലെ സ്ഥലം 5 ഹെക്ടറിൽ കൂടുതലുള്ള ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ് അതിന് ഒഴിവാകുള്ളൂ. ബാക്കി വരുന്ന OBC വിഭാഗക്കാരൊക്കെ ഏകദേശം നോൺ ക്രീമിലിയർ വിഭാഗം തന്നെ ആയിരിക്കും. അപ്പൊ നിങ്ങൾ നോൺ ക്രീമിലിയർ ആണോ അല്ലയോ എന്നുള്ള കാര്യം ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ അത് യെസ് അല്ലെങ്കിൽ നോ കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ ഭൂരിഭാഗം OBC നോൺ ക്രീമിലിയർ വിഭാഗം തന്നെയാണ് വരിക. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സ്റ്റാറ്റസ് മനസ്സിലാക്കിയതിന് ശേഷം നോ അല്ലെങ്കിൽ യെസ് കൃത്യമായി തന്നെ രേഖപ്പെടുത്തുക. അതുപോലെ ജനറൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കുള്ള ഒരു സംവരണമാണ് EWS, ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ പഞ്ചായത്ത് പരിധിയിലാണെങ്കിൽ 4 ലക്ഷത്തിൽ താഴെ വരുമാനവും 2.5 ഏക്കർ കുറവ് സ്ഥലമുള്ള ആളുകൾ EWS ആണ്. അതുപോലെ നിങ്ങളുടെ റേഷൻ കാർഡ് പിങ്ക് അല്ലെങ്കിൽ മഞ്ഞയാണെങ്കിൽ ജനറൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രം കേട്ടോ, SC ST OBC ഒന്നും കിട്ടില്ല, അവർ EWS ആണ്. അപ്പൊ ഈ ജനറൽ വിഭാഗത്തിൽപ്പെട്ട് EWS അല്ലാത്തൊരു കുട്ടി ആ ഓപ്ഷൻ എസ് കൊടുത്ത് ആ കുട്ടിക്ക് EWS കാറ്റഗറിയിൽ ഏതെങ്കിലും കോളേജിൽ പ്രവേശനം കിട്ടിക്കഴിഞ്ഞാൽ EWS സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതായിട്ട് വരും. അങ്ങനെ അത് ഹാജരാക്കാൻ സാധിച്ചില്ലെങ്കിൽ ആ കുട്ടിയുടെ പ്രവേശനം കിട്ടാത്ത സ്ഥിതിയിലേക്കാണ് സംഗതി പോവുക. അപ്പം ഇതൊക്കെ ശ്രദ്ധയോടുകൂടി നമ്മൾ ഉൾപ്പെടുത്തണം. ശരിക്കും EWS ഒക്കെ കൊടുക്കുന്ന കുട്ടികൾ EWS സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് വാങ്ങിയിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കണം എന്നാണ്. അപ്പൊ ഇത്തരത്തിലുള്ള തെറ്റുകളൊന്നും വന്നിട്ടില്ല. അതുപോലെ നിങ്ങളുടെ ജാതി കൃത്യമായിട്ട് തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉറപ്പുവരുത്തുക. അതുപോലെ NSS, NCC, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ +2 പഠിച്ച സമയത്തുള്ളതായിരിക്കണം. 10ാം ക്ലാസ്സിൽ പഠിച്ച സമയത്ത് ഉണ്ടായിരുന്ന NCC അല്ലെങ്കിൽ SPC ഒന്നും ഈ ഒരു ഡിഗ്രി പ്രവേശനത്തിന് പരിഗണിക്കില്ല. അപ്പൊ അങ്ങനെ അറിയാതെ 10ാം ക്ലാസ്സിൽ NCCയോ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ SPC ഒക്കെ
ഉപയോഗിച്ച് അതിൽ ടിക്ക് ഇട്ടിട്ടുള്ള ആളുകളാണെങ്കിൽ ഇത് ഒഴിവാക്കുക. +2 പഠിച്ച സമയത്തുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അപേക്ഷയിൽ ഉൾപ്പെടുത്താൻ സാധിക്കുക. അപ്പോൾ NSS ഒക്കെ നമ്മൾ അറിയാണ്ട് ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിനൊക്കെ ബോണസ് പോയിന്റ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അലോട്ട്മെന്റിനെ ബാധിക്കും. നിങ്ങൾ NCC കൊടുത്തിട്ട് 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ അത് സ്വീകരിക്കില്ല എന്നാണ് നിലവിൽ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഭൂരിഭാഗ വിദ്യാർത്ഥികളും തെറ്റുവരുത്തുന്ന ഒരു ഭാഗം ഓപ്ഷൻ രജിസ്ട്രേഷൻ ആണ്. ഓപ്ഷൻ രജിസ്ട്രേഷനിൽ ചില കോളേജുകളിലെ കോഴ്സുകൾക്ക് മുന്നിൽ സെൽഫ് ഫിനാൻസിങ് എന്നുണ്ടാവും. അതായത് ഇപ്പോൾ നമ്മുടെ എയ്ഡഡ് കോളേജിലാണെങ്കിൽ അവിടെ സെൽഫ് ഫിനാൻസിങ് കോഴ്സ് ഉണ്ട്. അതുപോലെ സെൽഫ് ഫിനാൻസിങ് കോളേജിലെ എല്ലാ കോഴ്സുകളും സെൽഫ് ഫിനാൻസിങ് തന്നെ ആയിരിക്കും. അപ്പോൾ സെൽഫ് ഫിനാൻസിങ് എന്ന് പറഞ്ഞാൽ സ്വാശ്രയം എന്നാണ് അർത്ഥം. നമ്മൾ അതിനാവശ്യമായിട്ടുള്ള എല്ലാ ഫീസും നമ്മൾ അടച്ച് പഠിക്കേണ്ടി വരും. അത് പ്രത്യേകം പറയാനുള്ള ഒരു കാരണം, മുൻ വർഷങ്ങളിൽ ചില വിദ്യാർത്ഥികൾ സെൽഫ് ഫിനാൻസിങ് എന്ന് പറയുന്ന ഓപ്ഷൻ ആദ്യം ഉൾപ്പെടുത്തി. ഏകദേശം 90% മുകളിൽ മാർക്കുള്ള കുട്ടികളാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സായിരുന്നു. അത് സെൽഫ് ഫിനാൻസിങ് എന്നുള്ളത് ശ്രദ്ധിക്കാതെ സെൽഫ് ഫിനാൻസിങ് ഉൾപ്പെടുത്തി അത് അലോട്ട്മെന്റ് കിട്ടുകയും ചെയ്തു. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളവിടെ ഫസ്റ്റ് ഓപ്ഷനൊക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ തന്നെ ചേരേണ്ടി വരും. ബാക്കിയുള്ള ഓപ്ഷനൊക്കെ കട്ടായി പോകും. പിന്നെ നമുക്ക് പ്രവേശനം നേടിയവർക്കും കൊടുക്കാനുള്ള അവസരം കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റു കോഴ്സുകളിലേക്ക് മാറാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ നല്ല മാർക്ക് വാങ്ങി പൈസ കൊടുത്ത് പഠിക്കേണ്ടി വരും. ആ സമയം മാർക്ക് ശതമാനം കുറവാണ്, ഗവൺമെന്റിലോ അല്ലെങ്കിൽ എയ്ഡഡിലോ കിട്ടാൻ പ്രയാസമുള്ള കുട്ടികളാണെങ്കിൽ സെൽഫ് ഫിനാൻസ് ഉൾപ്പെടുത്തി കൊടുക്കുക. അതുപോലെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓപ്ഷൻ കൊടുക്കുമ്പോഴാണ്. ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് 20 ഓപ്ഷനാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഉൾപ്പെടുത്താൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള 10 എണ്ണം ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇനി 20 എണ്ണം കൊടുക്കണമെങ്കിൽ 20 എണ്ണം കൊടുക്കാം. പരമാവധി ഓപ്ഷനുകൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഈ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഏറ്റവും താല്പര്യമുള്ള ഓപ്ഷനുകൾ തന്നെ ആദ്യം വരുന്ന രീതിയിൽ കൊടുക്കണം. ഇപ്പം 20 ഓപ്ഷൻ കൊടുക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവന് താല്പര്യമുള്ള ഒരു ഓപ്ഷൻ 10ാമത്തെ ഓപ്ഷനായിട്ട് കൊടുത്തു നോക്കുക. ഏറ്റവും താല്പര്യം ഉള്ള ഓപ്ഷൻ 10ാമതായിട്ട് കൊടുത്തു. ആ വിദ്യാർത്ഥികൾക്ക് 2ാമത്തെ 3ാമത്തെ ഓപ്ഷൻ കിട്ടിയാൽ ഈ താഴെ കിടക്കുന്ന എന്ന് വെച്ചാൽ ലോവർ ഓപ്ഷൻ എന്ന് പറയും, അതൊക്കെ കട്ടായി പോകും. അതേപോലെ നമുക്കിപ്പോൾ ഒരു 5ാമത്തെ ഓപ്ഷൻ കിട്ടിയാൽ 2ാമത്തെ 3ാമത്തെ അലോട്ട്മെന്റിലൊക്കെ മാറും എന്നുള്ളത് മുകളിലേക്ക് മാത്രമാണ് മാറ്റം ഉണ്ടാവുക. 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയെങ്കിൽ 4ലേക്കോ 3ലേക്കോ 2ലേക്കോ 1ലേക്കൊക്കെയാണ് മാറാൻ പറ്റുക. അപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചാണ് എന്നുള്ള കാര്യവും ഉറപ്പുവരും. അതുപോലെ ചില കുട്ടികൾ ITSR ചെതലയം, നമ്മൾ വയനാട്ടിലുള്ള ITSR ചെതലയം ഓപ്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചില വിദ്യാർത്ഥികൾ ഉണ്ടാവും, ഫസ്റ്റ് സമയത്ത് അപേക്ഷിച്ചിട്ടുള്ള. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ആ ചെതലയത്തിലേക്ക് ST വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് പ്രവേശനം. അതിന്റെ അപേക്ഷാ സമർപ്പണം എന്ന് പറയുന്നത്, അപേക്ഷാ ഫോം ഉണ്ട്, അത് നേരിട്ട് പൂരിപ്പിച്ചിട്ട് ITSRൽ ചെതലയത്തിലുള്ള ITSR എന്ന് പറയുന്ന സ്ഥാപനത്തിൽ കൊടുക്കുകയാണ് ചെയ്യാറ്. OBC അല്ലെങ്കിൽ ജനറൽ അതുപോലെ SC അങ്ങനെയുള്ള വിഭാഗക്കാരൊക്കെ ഈ ഒരു ITSR ഓപ്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഓപ്ഷൻ കളഞ്ഞിട്ട് അതിന് പകരം ഒരു ഓപ്ഷൻ വെക്കുക. കാരണം ഈ ITSRലേക്ക് മറ്റു വിഭാഗത്തിലുള്ള ആളുകൾക്ക് പ്രവേശനം കിട്ടില്ല. ആദ്യമേ അപേക്ഷിച്ച വിദ്യാർത്ഥികളുടെ ITSR വന്നിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറൊരു ഓപ്ഷൻ വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ട്രയൽ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ അപേക്ഷയിൽ തിരുത്തലുകൾ വരുത്തുന്ന ആളുകൾ അവസാനത്തെ പ്രിന്റ് ഔട്ട് എടുത്ത് കയ്യിൽ സൂക്ഷിക്കുക. അതുപോലെ നിങ്ങളുടെ പേയ്മെന്റ് ചെയ്ത ചലാന്റെ കോപ്പിയും കയ്യിൽ സൂക്ഷിച്ചു വെക്കണം. ഡിഗ്രി പ്രവേശനത്തിന്റെ ട്രയൽ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്. ഫസ്റ്റ് അലോട്ട്മെന്റ് ജൂൺ 21-നാണ് വരിക. ഫസ്റ്റ് അലോട്ട്മെന്റ് വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ വീണ്ടും പുതിയൊരു വിഷയമായിട്ട് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.